മാനവനിൽ മഹോന്നതനായ മുഹമ്മദ് നബി ഇപ്പോൾ ആരിഫ് ഹുസൈൻ കാരണം പലപ്പോഴും എയറിലാണ്. ഇങ്ങനെ പലരും ഇപ്പൊ അഭിപ്രായപ്പെടുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്? ഇവിടെ പറയാറുള്ളൊരു കാര്യം, ഈ മുഹമ്മദ് നബി എന്ന് പറയുന്ന ആളെ എന്തിനാണ് വിമർശിക്കുന്നത്? ഞങ്ങളൊക്കെ സ്നേഹിക്കുന്ന ആളാണല്ലോ എന്നൊക്കെയാണ് പറയാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയാണ്. ഓക്കെ, അപ്പോൾ ഈ ആശയം വരുന്നത്, ഇതിൻ്റെ അപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുന്നത് മുഹമ്മദ് നബി എന്ത് ചെയ്തു അതിനനുസരിച്ച് ചെയ്യുക എന്നുള്ളിടത്താണ്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു വെക്കുന്നത് ഇസ്ലാം ഭയങ്കര നന്മയാണ്, ഭയങ്കര മോറൽ വാല്യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിൽ മാത്രമേ കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞു വെക്കുക. ധാർമ്മികത. അപ്പോൾ ധാർമ്മികത മനുഷ്യന് ഇല്ല, അത് കിട്ടിയത് മുഴുവൻ ദൈവം തന്നുകൊണ്ടാണ്. അതിൽ തന്നെ ഏറ്റവും മികച്ച ധാർമ്മികത ഇസ്ലാമിലാണെന്ന് പറയുമ്പോൾ നമ്മൾ ഇസ്ലാമിൽ യഥാർത്ഥത്തിൽ ധാർമ്മികത ഉണ്ടോ, ആ ധാർമ്മികതയ്ക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജീവിച്ച ആളാണോ നബി? ഇത് നമ്മൾ ചോദിക്കും. അപ്പോൾ ഇവരുടെ കണ്ണിൽ ഒരു ധാർമ്മികത എന്ന് പറയുമ്പോൾ കടന്നു വരുന്നത് എന്താണ്? ഇപ്പോൾ റോഡിലെ നിയമങ്ങൾ പാലിച്ചു പോകുന്നതൊന്നും ഇവരുടെ കാഴ്ചയിൽ ധാർമ്മികതയല്ല. ലീഗലി ബാൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള കോളാമ്പി അത് വെച്ചുകൊണ്ട് ദിവസം 5 നേരം ബാങ്ക് അലറി കൂകി വിളിച്ച് കൊടുക്കുകയാണ്, നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുകയാണ്. അത് ധാർമ്മിക പ്രവർത്തനമാണോ എന്ന് ചോദിച്ചാൽ അത് ധാർമ്മികതയാണെന്ന് അവർ പറയാം. അത്രമാത്രം വയലേഷനാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോയ്സ് വയലേഷൻ, പല വയലേഷൻസ് ഒറ്റയടിക്ക് ചെയ്യാൻ. ഇത് അവർക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇവരുടെ കണ്ണിലുള്ള അധാർമികത എന്ന് പറഞ്ഞാൽ ലൈംഗികത മാത്രമാണ്. പ്രധാനമായിട്ട് പറയുന്ന സാധനം അതാണ്. ബാക്കിയുള്ളതൊക്കെ പിന്നത്തെ വിഷയമേ അല്ല.